നമസ്കാരം. 2026 ഏപ്രിൽ മാസം പിറന്നിരിക്കുകയാണ്. ഭാരതീയ ജ്യോതിഷപ്രകാരം വളരെ നിർണായകമായ ഒരു മാസമാണിത്. മീനമാസത്തിന്റെ പകുതിയും മേടമാസത്തിന്റെ തുടക്കവും ഈ ഏപ്രിലിൽ വരുന്നു. പ്രകൃതി കണികണ്ടുണരുന്ന വിഷുവും ഈ മാസത്തിലാണ്. ഏപ്രിൽ 1 പൗർണമിയും 16 അമാവാസിയും വരുന്നു. ഏപ്രിൽ 18 വൈശാഖമാസം ആരംഭിക്കും. ഈ മാസത്തെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. ഏപ്രിൽ 14 വരെ സൂര്യൻ മീനം രാശിയിലാണ്. 14 സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത് ഭരണരംഗത്തും വ്യക്തിജീവിതത്തിലും വലിയ ഊർജ്ജമാറ്റം ഉണ്ടാക്കും. മറ്റൊന്ന് ശനിയുടെ അവസ്ഥയാണ്. ഏപ്രിൽ 10 വരെ ശനി മൗഢ്യത്തിലാണ്. 10-ാം തീയതിയോടെ ശനി മൗഢ്യം തീരുന്നത് തൊഴിൽ മേഖലയിൽ മരവിപ്പ് അനുഭവിച്ചിരുന്നവർക്ക് വലിയ ആശ്വാസമാകും. ബുധന്റെ നീചസ്ഥിതി ആശയവിനിമയങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. വ്യാഴം മിഥുനം രാശിയിൽ പുണർദത്തിൽ തുടരുന്നു. രാഹുവും കേതുവും യഥാക്രമം കുംഭം, ചിങ്ങം രാശികളിലാണ്. രാഹു ചതയത്തിലാണ്. കേതു ഏപ്രിൽ 20 പൂരത്തിൽ നിന്നും മകത്തിലേക്ക് നിഷ്ക്രമിക്കും. ചന്ദ്രന്റെ ആധിപത്യമുള്ള കന്നിക്കൂറിൽ വരുന്ന അത്തം നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസം എങ്ങനെയുണ്ടാകും? സൗമ്യ പ്രകൃതക്കാരും ബുദ്ധിശാലികളുമായ അത്തം നക്ഷത്രക്കാർക്ക് ഈ മാസം ഗ്രഹനിലയിൽ ചില സങ്കീർണമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ആദിത്യന്റെ സഞ്ചാരം 7-8 ഭാവങ്ങളിലായതുകൊണ്ട് മനസ്സിൽ പല മാറ്റങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നായിരിക്കാം. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം ആദിത്യൻ നിങ്ങളുടെ 7-8 ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഇതിന്റെ ഫലമായി ജീവിതത്തിന്റെ പല മേഖലകളിലും വലിയ മാറ്റങ്ങൾ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും. വളരെ ആദർശപരമായ കാഴ്ചപ്പാടുകൾ നിങ്ങൾ പുലർത്തുകയും ചെയ്യും. എന്നാൽ ഗ്രഹസ്ഥിതി അനുസരിച്ച് കാര്യങ്ങൾ പഴയപടി തന്നെ തുടരാനാണ് സാധ്യത. ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പലപ്പോഴും നിങ്ങളുടെ മനസ്സ് തയ്യാറായെന്ന് വരില്ല. ഇത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾക്ക് കാരണമാകാം. മാറ്റങ്ങൾക്കായി ധൃതി കാണിക്കാതെ നിലവിലുള്ള സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണ് ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. തൊഴിൽ രംഗത്ത് അത്തം നക്ഷത്രക്കാർ ഈ മാസം അതീവ ജാഗ്രത പാലിക്കണം. നിലവിലുള്ള ജോലിയിൽ ചില അസംതൃപ്തികൾ തോന്നിയേക്കാം. എങ്കിലും ജോലി ഉപേക്ഷിക്കുന്നത് ഈ കാലയളവിൽ ഒട്ടും ആശ്വാസ്യമല്ല. പുതിയൊരു ജോലി ഉറപ്പിക്കാതെ പഴയത് വിടുന്നത് വലിയ സാമ്പത്തിക ബാധ്യതകൾക്ക് ഇടയാക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം. മറ്റുള്ളവർ നൽകുന്ന ഗുണകരമായ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ മടിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കും. തുറന്ന മനസ്സോടെ മുതിർന്നവരുടെയോ വിദഗ്ധരുടെയോ അഭിപ്രായങ്ങൾ കേൾക്കുന്നത് തൊഴിൽ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. അന്യനാട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് ജന്മദേശത്തേക്ക് മടങ്ങാനോ നാട്ടിൽ ജോലി കണ്ടെത്താനോ ഉള്ള ശ്രമങ്ങൾ ഈ മാസം വിജയിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമായ സമയമാണിത്. അനാവശ്യ ചിന്തകൾ പഠനത്തെ ബാധിക്കാതെ നോക്കണം. എന്നാൽ ഒരു വലിയ ആശ്വാസം നിങ്ങളുടെ മക്കളുടെ പഠനവുമായോ ജോലിയുമായോ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറെ നാളായി കാത്തിരുന്ന ശുഭവാർത്തകൾ ഈ മാസം ലഭിക്കും എന്നതാണ്. കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അത്തം നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയ വളർച്ച പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അംഗീകാരങ്ങൾ ലഭിക്കുകയും പുതിയ അവസരങ്ങൾ തേടിയെത്തുകയും ചെയ്യും. കലാരംഗത്തുള്ളവർക്ക് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ പറ്റിയ വേദികൾ ഈ മാസം ലഭിക്കുന്നതാണ്. കുടുംബജീവിതത്തിൽ അത്തം നക്ഷത്രക്കാർക്ക് ഈ മാസം ചില വിട്ടുവീഴ്ചകൾ ആവശ്യമാണ്. 7-ാം ഭാവത്തിലെ ആദിത്യൻ പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ തർക്കങ്ങൾക്കോ കാരണമായേക്കാം. അനുരഞ്ജനത്തിന് തയ്യാറാകാത്ത പക്ഷം ദാമ്പത്യം ക്ലേശകരമായി മാറിയേക്കാം. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് കുറയ്ക്കുകയും പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കുകയും ചെയ്യുന്നത് കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കും. മക്കളുടെ നേട്ടങ്ങൾ കുടുംബത്തിൽ സന്തോഷം നിറയ്ക്കും. ബന്ധുക്കളുമായി ഇടപെടുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ആരോഗ്യകാര്യത്തിൽ അത്തം നക്ഷത്രക്കാർ ഈ മാസം പ്രത്യേക കരുതലെടുക്കണം. 8-ാം ഭാവത്തിലെ ആദിത്യ സഞ്ചാരം ഉദര സംബന്ധമായോ രക്തസമ്മർദ്ദം സംബന്ധമായോ ഉള്ള അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാം. കൃത്യസമയത്തുള്ള ഭക്ഷണവും വിശ്രമവും അനിവാര്യമാണ്. മാനസികമായ സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയോ ധ്യാനമോ ശീലിക്കുന്നത് നന്നായിരിക്കും. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കി വിശ്രമത്തിന് പ്രാധാന്യം നൽകുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധ പുലർത്തുക. അത്തം നക്ഷത്രക്കാർക്ക് ക്ഷമയും പക്വതയും പരീക്ഷിക്കപ്പെടുന്ന മാസമാണ് ഏപ്രിൽ. ദോഷങ്ങൾ അകറ്റാൻ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ഭഗവാന് ധാരയോ പുഷ്പാഞ്ജലിയോ വഴിപാടായി നടത്തുക. കൂടാതെ ആദിത്യനെ ഭജിക്കുന്നതും ഞായറാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുന്നതും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും.
ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചൊവ്വയുടെ ആധിപത്യമുള്ള കന്നിക്കൂറിലും തുലാക്കൂറിലുമായി വ്യാപിച്ചു കിടക്കുന്ന ചിത്ര നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസം എങ്ങനെയുണ്ടാകും എന്ന് നോക്കാം. വിശ്വകർമാവിന്റെ നക്ഷത്രം എന്നറിയപ്പെടുന്ന ചിത്രക്കാർക്ക് ഈ മാസം ഗ്രഹനിലയിൽ അതിശക്തമായ ചില മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. മാസത്തിന്റെ ആദ്യ പകുതിയിൽ നേട്ടങ്ങളുടെ ഒരു വലിയ നിര തന്നെ നിങ്ങളെ തേടിയെത്തും. ചിന്തിച്ചുറപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനും തടസ്സങ്ങളെ മറികടക്കാനും നിങ്ങൾക്ക് സാധിക്കും. ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസത്തിന്റെ ആദ്യ പകുതി അഥവാ മാസാദ്യ ഭാഗം അതിശക്തമായ നേട്ടങ്ങളുടേതാണ്. മനസ്സിൽ പണ്ടേ ചിന്തിച്ചുറപ്പിച്ച പല കാര്യങ്ങളും ഈ കാലയളവിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഏത് എതിർപ്പുകളെയും തടസ്സങ്ങളെയും അനായാസം മറികടക്കാനുള്ള മനക്കരുത്ത് ഈ മാസം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ സംസാര ശൈലിയിൽ ഒരു പ്രത്യേക മൂർച്ച ഈ മാസം അനുഭവപ്പെടും. ഉരുളയ്ക്കുപ്പേരി പോലുള്ള കൃത്യമായ മറുപടികൾ നൽകി എതിർപക്ഷത്തെ ഉത്തരം മുട്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് ഔദ്യോഗിക ചർച്ചകളിലും സാമൂഹിക ഇടപെടലുകളിലും നിങ്ങൾക്ക് വലിയ മേൽക്കൈ നൽകുന്ന കാര്യമായിരിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ചിത്ര നക്ഷത്രക്കാർക്ക് ഈ മാസം ആശാവഹമായ പുരോഗതി നേടാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകളും സർക്കാർ അനുമതികളും ഈ മാസം തടസ്സമില്ലാതെ ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് മത്സര രംഗത്ത് സജീവമാകാൻ പറ്റിയ സമയമാണ്. പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം തന്നെയാകും ഈ മാസത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം. ജോലിസ്ഥലത്ത് നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏപ്രിൽ മാസം പഠനത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന സമയമാണ്. ബുദ്ധിശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കുന്നതുകൊണ്ട് പ്രായോഗികമായ വിഷയങ്ങൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് മാസത്തിന്റെ ആദ്യ പകുതി കൂടുതൽ ഗുണകരമാണ്. അറിവ് സമ്പാദിക്കുന്നതിനോടൊപ്പം തന്നെ അത് എങ്ങനെ കൃത്യമായി അവതരിപ്പിക്കണം എന്ന കാര്യത്തിലും നിങ്ങൾ വിജയിക്കും. നിങ്ങളുടെ അധ്വാനത്തിന് അർഹമായ ഫലം ഈ മാസം ലഭിച്ചിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ചിത്ര നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയ ആശ്വാസമുണ്ടാകും. കുടിശ്ശികയായി കിടന്ന കടബാധ്യതകൾ ഭാഗികമായി എങ്കിലും പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികമായ ഒരു വ്യക്തത ജീവിതത്തിൽ വരുന്നത് വലിയൊരു മാനസികാശ്വാസമായിരിക്കും. പുതിയ നിക്ഷേപങ്ങൾക്ക് മുതിരുന്നവർക്ക് മാസത്തിന്റെ ആദ്യ പകുതി അനുകൂലമാണ്. എങ്കിലും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ അല്പം മന്ദഗതിയിലായേക്കാം. എന്നതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ ആദ്യ പകുതിയിൽ തന്നെ തീർക്കാൻ ശ്രമിക്കുക. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ പ്രത്യേകമായ ശ്രദ്ധ വേണം. കുടുംബജീവിതം വളരെ സ്വച്ഛന്തവും സമാധാനപരവുമായി മുന്നോട്ടു പോകും. പങ്കാളിയുമായും കുടുംബാംഗങ്ങളുമായും നല്ല ബന്ധം പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ജോലി സംബന്ധമായോ മറ്റോ ചിലർക്ക് വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ചിത്ര നക്ഷത്രക്കാർക്ക് ഈ മാസം ആശ്വാസമുണ്ട്. വിട്ടുമാറാത്ത അസുഖങ്ങൾ ഉള്ളവർക്ക് പാരമ്പര്യ ചികിത്സാ രീതികൾ ഉപയോഗപ്പെടുത്തി രോഗനിയന്ത്രണം സാധ്യമാക്കാൻ സാധിക്കും. പ്രകൃതിദത്തമായ രീതിയിലുള്ള ജീവിതശൈലി ഈ മാസം നിങ്ങൾക്ക് കൂടുതൽ ഉന്മേഷം നൽകും. ചുരുക്കത്തിൽ ചിത്ര നക്ഷത്രക്കാർക്ക് വിജയങ്ങളുടെയും ആത്മവിശ്വാസത്തിന്റെയും മാസമാണ് ഏപ്രിൽ. ദോഷങ്ങൾ അകറ്റാൻ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. സ്വാമിക്ക് പനിനീർ അഭിഷേകം നടത്തുകയോ ഭദ്രകാളി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുകയോ ചെയ്യുക. ഇത് നിങ്ങളുടെ ഊർജം പോസിറ്റീവാക്കാൻ സഹായിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വായുവിന്റെ നക്ഷത്രം എന്നറിയപ്പെടുന്ന ചോതി നക്ഷത്രക്കാർക്ക് ഈ മാസം ഗ്രഹനിലയിൽ അതീവ ശുഭകരമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ആദിത്യന്റെ ശക്തമായ സാന്നിധ്യവും ലാഭസ്ഥാനാധിപന്റെ ഉച്ചസ്ഥിതിയും ഈ മാസത്തെ ചോതിക്കാർക്ക് സുവർണകാലമാക്കുന്നു. കരിയറിലെ ഉയർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും ഈ മാസത്തെ സവിശേഷമാക്കുന്നു. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം ആദിത്യൻ നിങ്ങളുടെ 6-7 ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. മാസത്തിന്റെ ആദ്യ പകുതിയിൽ നേട്ടങ്ങൾക്കായിരിക്കും മുൻതൂക്കം. തൊഴിൽ രംഗത്ത് വലിയ ഉയർച്ച ഈ മാസം നിങ്ങൾക്ക് അനുഭവപ്പെടും. സഹപ്രവർത്തകർക്കിടയിൽ നിങ്ങൾക്ക് നല്ല സ്വീകാര്യത ലഭിക്കും. നിങ്ങളുടെ ആശയങ്ങൾ അംഗീകരിക്കപ്പെടുകയും ഗ്രൂപ്പ് വർക്കുകളിൽ നിങ്ങൾക്ക് നേതൃസ്ഥാനത്തേക്ക് വരികയും ചെയ്യും. ജോലി മാറ്റം ആഗ്രഹിക്കുന്ന ചോതി നക്ഷത്രക്കാർക്ക് ഈ മാസം അത് സാധ്യമാകുന്നതാണ്. മെച്ചപ്പെട്ട ശമ്പളത്തോടെയും പദവിയോടെയും കൂടിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും.
ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ പങ്കാളികളെ ചേർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുയോജ്യമാണ്. ഉദ്യോഗാർത്ഥികളായ ചോദ്യനക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസം വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. സർക്കാർ മേഖലയിലോ വിദേശത്തോ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ മറുപടികൾ ലഭിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം ഇന്റർവ്യൂകളിൽ നിങ്ങളെ തുണയ്ക്കും. മറ്റൊരു പ്രധാന കാര്യം സാമ്പത്തിക സഹായങ്ങളാണ്. വീട് പണിക്കായോ ബിസിനസ് ആവശ്യങ്ങൾക്കായോ ബാങ്ക് ലോണിന് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ഈ മാസം അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ലോൺ അപേക്ഷകൾ പരിഗണിക്കപ്പെടുകയും സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യും. ഗൃഹനിർമ്മാണം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാലാഭത്തിന് ഈ മാസം ചോദ്യനക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ്. മത്സരങ്ങളിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. കായിക രംഗത്തോ ആർട്ട് മത്സരങ്ങളിലോ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ മാസം വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അന്യദിക്കിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ ഫലം കാണും. വിസ നടപടികൾ വേഗത്തിലാകാൻ ഈ മാസം സാഹചര്യമൊരുങ്ങും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ഈ മാസം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. സാമ്പത്തികമായി ചോദ്യനക്ഷത്രക്കാർക്ക് ഈ മാസം വലിയൊരു കുതിച്ചുചാട്ടത്തിൻ്റെതാണ്. നിങ്ങളുടെ 11ാം ഭാവാധിപൻ, അതായത് ലാഭസ്ഥാനാധിപൻ ഉച്ചസ്ഥനായി നിൽക്കുന്നതുകൊണ്ട് വരവ് അധികമാകും. അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് ധനലാഭം ഉണ്ടായേക്കാം. മാസത്തിന്റെ 2ാം പകുതിയിലും ഈ ഗുണാനുഭവങ്ങൾ കുറയില്ല എന്നതാണ് പ്രത്യേകത. കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാനും ഭാവിയിലേക്കായി നിക്ഷേപങ്ങൾ നടത്താനും ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികമായ ഒരു സുരക്ഷിതത്വം ഈ ഏപ്രിലിൽ ചോദ്യനക്ഷത്രക്കാർക്ക് അനുഭവവേദ്യമാകും. കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. എങ്കിലും ഇടയ്ക്കിടെ മക്കളുടെ കാര്യത്തിൽ ചില മനപ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അവരുടെ പഠനത്തിലോ സ്വഭാവത്തിലോ ഉള്ള ചെറിയ മാറ്റങ്ങൾ നിങ്ങളെ അസ്വസ്ഥനാക്കിയേക്കാം. ഈ സമയത്ത് കടുത്ത നിയന്ത്രണങ്ങളെക്കാൾ സ്നേഹശാസനകളും ക്ഷമയുമാണ് ഗുണം ചെയ്യുക. അവരോടൊപ്പം സമയം ചെലവഴിക്കാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും ശ്രമിക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവ നിയന്ത്രണ വിധേയമാകും. ശാരീരികമായ ഉന്മേഷം തിരിച്ചു കിട്ടുന്ന സമയമാണിത്. ചോദ്യനക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തിളങ്ങാൻ കഴിയുന്ന മാസമാണ് 2026 ഏപ്രിൽ. ദോഷങ്ങൾ അകറ്റാൻ രാഹുദോഷ പരിഹാരമായി സർപ്പദൈവങ്ങളെ ഭജിക്കുന്നത് ഉത്തമമാണ്. നാഗരാജാവിനും നാഗയക്ഷിക്കും മഞ്ഞൾ പൊടിയും പാലും വഴിപാടായി സമർപ്പിക്കുക. കൂടാതെ മഹാലക്ഷ്മിക്ക് വെള്ളിയാഴ്ചകളിൽ നെയ്വിളക്ക് തെളിയിക്കുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.